കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? നമ്മൾ കഥ കേട്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? നമുക്ക് ഇന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? ആ, കഥ കേൾക്കാം. ഇന്ന് എന്ത് കഥയാ പറയുന്നേ? ആരുടെ കഥയാ? അയ്യോ നന്മണി, നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ. എന്താണെന്നോ, നന്മണിയുടെ ഈ ചാനലിലുള്ള ഏതെങ്കിലും ഒരു കഥയോ കവിതയോ നിങ്ങൾക്ക് നന്നായി പറയാനോ പാടാനോ അറിയാമെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നന്മണിക്ക് അയച്ചു തരിക. നന്നായി കഥ പറഞ്ഞും പാട്ടുപാടിയും അയച്ചു തരുന്ന കൂട്ടുകാരുടെ വീഡിയോകൾ ഉറപ്പായും ഈ ചാനലിലൂടെ മറ്റു കൂട്ടുകാരെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എന്നാൽ ഇനി കഥയിലേക്ക് പോയാലോ? നമുക്കിന്ന് കുറച്ച് മുയലുകളുടെ കഥ കേൾക്കാം. ദൂരെ ദൂരെ ഒരിടത്ത് ഒരു കാട്ടിൽ കുറേ മുയലുകൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. പക്ഷേ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ആപത്തുകൾ നേരിടേണ്ടി വന്നു. ചിലപ്പോൾ മനുഷ്യർ വേട്ടയാടാൻ വരുമ്പോൾ അവരെ വേട്ടയാടി പിടിച്ചുകൊണ്ട് പോകും. പിന്നെയോ ചില പക്ഷികൾ, ചില മൃഗങ്ങൾ, അങ്ങനെ പലരിൽ നിന്നും അവർക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. കൂട്ടത്തിലെ പലരുടെയും ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ആപത്തുകൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ടോ ചുറ്റുമുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ആർക്കും ഒരാത്മവിശ്വാസമില്ലാത്തവരായിരുന്നു. അവരെന്തു പറഞ്ഞെന്നോ, കരുത്തും ശക്തിയും ഒന്നും നമുക്കില്ല. നമ്മളെ എപ്പോഴും ഇങ്ങനെ ആപത്തുകളിൽ പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശക്തിയും നമുക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം പങ്കുവെച്ചു. അവർ കരുതിയത് എന്താണെന്നോ, മനുഷ്യരും നായ്ക്കളും പക്ഷികളും മറ്റുള്ള മൃഗങ്ങളും എല്ലാം തങ്ങളുടെ ശത്രുക്കളാണെന്ന്. ഇവരെല്ലാവരും പലപ്പോഴും തങ്ങളുടെ കൂട്ടത്തിനുള്ളവരെ കൊല്ലുകയും പിന്നെയോ വേട്ടയാടി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണെന്ന് അവരെല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ചു. ഒടുവിൽ ആ മുയലുകൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. എന്താണെന്നോ, ഈ ഓരോരുത്തരായി പലപ്പോഴായി മരിക്കുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് മരണത്തെ നേരിടാമെന്ന്. അങ്ങനെ അവർ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ടോ മരിക്കാനുള്ള മാർഗമായി അവർ തിരഞ്ഞെടുത്തത് തൊട്ടടുത്ത് ആഴമുള്ളൊരു പുഴയുണ്ട്. കൂട്ടത്തിൽ ആർക്കും നീന്താൻ അറിയില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ വെള്ളത്തിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ അത് നടപ്പാക്കാനായി കൂട്ടത്തോടെ ആ പുഴയുടെ തീരത്തേക്ക് ഓടി. അങ്ങനെ അവർ ആ പുഴയുടെ തീരത്ത് എത്താറായപ്പോൾ അവിടെ കുറച്ച് തവളകൾ ഇരിപ്പുണ്ടായിരുന്നു. ഓടിപ്പാഞ്ഞു വരുന്ന മുയലുകളുടെ ഒച്ചയും അവർ വരുന്നതും കണ്ട ആ തവളകൾ വല്ലാതെ പേടിച്ചു. അവരെന്തു ചെയ്തെന്നോ, ഒറ്റ ചാട്ടത്തിന് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. അപ്പോഴാണ് മുന്നേ പോയ പ്രായം ചെന്ന വയസ്സായ ഒരു മുയൽ ആ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, അയ്യോ അയ്യോ, നിർത്തു കൂട്ടുകാരെ, കണ്ടോ ആ തവളകൾ നമ്മെ പേടിച്ച് ആ വെള്ളത്തിലേക്ക് ചാടിയത് കണ്ടോ? അപ്പോൾ കൂട്ടത്തിൽ മറ്റൊരു മുയൽ പറഞ്ഞു, നമ്മൾ ഓടി വരുന്നത് കണ്ട് പേടിച്ച് ദാ ആ ചെടിയിലിരുന്ന പൂമ്പാറ്റകളെല്ലാം ഒരുമിച്ച് പറന്നുപോയി. അപ്പോഴാണ് അവർ ചിന്തിച്ചത്, കൂട്ടത്തിലുള്ള മറ്റു പല ജീവികളും നമ്മളെയും ഭയപ്പെടുന്നുണ്ട്. അവർ നമ്മളെക്കാൾ ഭയചകിതരാണ്. അതുകൊണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് വലിയൊരു മണ്ടത്തരമല്ലേ എന്ന് ആ പ്രായമായ മുയൽ ചോദിച്ചു. അപ്പോഴാണ് മറ്റു മുയലുകൾക്കും അത് ശരിയാണെന്ന് തോന്നിയത്. ആപത്ത് വരുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അങ്ങനെ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ അവർ കാണിക്കാൻ പോയ മണ്ടത്തരത്തെ ഓർത്ത് തലയിൽ കൈവച്ചു. എന്നിട്ട് ഇനി വരുന്ന ആപത്തുകളെ തങ്ങൾക്കാവുന്ന ശക്തിയോടെ ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് തീരുമാനിച്ച് അവർ അവിടെ നിന്ന് തിരിച്ചവരുടെ മാളത്തിലേക്ക് പോയി. പിന്നീട് ഒരുമിച്ച് നിന്ന് അവരുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച്
അവരുടെ ജീവിതം അവർ സുരക്ഷിതരാക്കി. എന്നിട്ട് മുന്നോട്ട് പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മൾ മനുഷ്യരും പലപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് അല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളെല്ലാവരും വല്ലാതെ വിഷമിക്കും. എന്നിട്ടോ, എനിക്ക് എന്നും ബുദ്ധിമുട്ടാണ്, എനിക്കിതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിച്ച് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോകും. പക്ഷേ എപ്പോഴെങ്കിലും ആ ഒരു സമയത്ത് നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെക്കുറിച്ചോ നമ്മളെക്കാൾ ദുരിതപ്പെടുന്നവരെക്കുറിച്ചോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പലപ്പോഴും പലരും പറയും, എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല, എനിക്ക് നിറമില്ല. പക്ഷേ നമുക്ക് അവയവങ്ങൾക്ക് ആപത്തുകളൊന്നും കൂടാതെ ദൈവം എത്ര ആരോഗ്യം തന്നിരിക്കുന്നു. അതില്ലാത്ത എത്രയോ പേരുണ്ട്, എത്രയോ പേർ ജീവിക്കുന്നു. എപ്പോഴും നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് സന്തോഷിക്കുകയും അതിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. പിന്നെയോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെക്കുറിച്ച് ആലോചിക്കുക. അപ്പം നമുക്ക് ആ സാഹചര്യം വളരെ യുക്തിയോടെ നേരിടാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇനി അങ്ങനെ ചെയ്യുമല്ലോ. എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.